Welcome back to my channel, English Grammar Teaching and Learning. In the last class, we have studied what are the kinds of sentences, or according to purpose and functions, sentences may be classified into four. Today, we study kinds of sentences. According to complexity and structure, sentences may be classified into four groups. They are simple sentences, compound sentences, complex sentences and compound complex sentences. സെൻസുകളെ നാലായി നമ്മൾ തരംതിരിക്കുകയാണ്. സിമ്പിൾ സെൻസ് എന്നും കോമ്പൗണ്ട് സെൻസ് എന്നും കോംപ്ലക്സ് സെൻസ് എന്നും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്നും നോക്കാം. ലെറ്റ് us study one by one. Simple sentence. Simple sentence is a sentence which has only one subject and one predicate. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുള്ള സെന്റൻസുകളെ നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. സോ സിമ്പിൾ സെന്റൻസ് ഈസ് എ സെന്റൻസ് which has only one subject and one predicate. Example, the sky is blue. The cow gives milk. The sun rises in the east. So these are simple sentences. Here we can see only one subject. The sky, the cow, the sun are the subjects of the sentences. Is blue predicate. Give milk, rises in the east. So this type of sentences are called simple sentences. ഇതാണ് ആ നെയിം സജസ്റ്റ്, പേര് പറയുന്നത് പോലെ തന്നെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുള്ള സെൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുക. Then come to the second one, compound sentence. എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് നമുക്ക് നോക്കാം. കോമ്പൗണ്ട് സെന്റൻസ് ഈസ് എ സെന്റൻസ് which consists of two or more coordinating clauses. രണ്ടോ രണ്ടിൽ കൂടുതലോ കോർഡിനേറ്റിംഗ് ക്ലാസസ് ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക. കണക്റ്റിംഗ് വിത്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അപ്പൊ ഈ കോർഡിനേറ്റിംഗ് ക്ലാസുകളെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോർഡിനേറ്റിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ടാണ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉള്ളതാണ് കോർഡിനേറ്റിംഗ് ക്ലാസസ്. ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു ക്ലാസുകളെ. എക്സാമ്പിൾ നോക്കാം. Ram went to the railway station and boarded the Bombay train. Ram went to the railway station and boarded the Bombay train. Ram റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബോംബെ ട്രെയിന് പോയി. അപ്പോൾ ഇവിടെ റാം വെന്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ബോർഡഡ് ദി ബോംബെ ട്രെയിൻ. ഈ സെന്റൻസിൽ ഇതിനകത്ത് രണ്ട് ക്ലാസ്സുകളുണ്ട്. റാം വെന്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ബോർഡഡ് ദി ബോംബെ ട്രെയിൻ. ഈ രണ്ട് കോർഡിനേറ്റിംഗ് ക്ലാസ്സുകളാണ് ഇത് രണ്ടും. ഇതിനെ രണ്ടിനെയും നമുക്ക് കോർഡിനേറ്റിംഗ് ക്ലാസ്സുകൾ എന്ന് പറയാം. ഇതിനെ ഈ രണ്ട് ക്ലാസ്സുകളെയും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് കൊണ്ടാണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കോർഡിനേറ്റിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ടാണ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് കോർഡിനേറ്റിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദിസ് സെന്റൻസ് ഹാസ് ടു മെയിൻ ക്ലാസസ്. ഇതിനകത്ത് രണ്ട് മെയിൻ ക്ലാസ്സുകളുണ്ട്. ഓഫ് ഈക്വൽ റാങ്ക് ആൻഡ് സ്റ്റാറ്റസ്. ഈക്വൽ റാങ്കിൽ ഉൾപ്പെട്ട. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? വി ക്യാൻ റീറൈറ്റ് ആസ് റാം വെന്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസോ റാം ബോർഡഡ് ദി
ബോംബെ ട്രെയിൻ. അപ്പൊ ആദ്യ സെൻസ് റാം വെൻ ടു ദി റെയിൽവേ സ്റ്റേഷൻ, രണ്ടാമത്തത് റാം ബോർഡഡ് ബോംബെ. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ രണ്ട് നമ്മൾ പറഞ്ഞ എന്താണ്, കോമ്പൗണ്ട് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 or more കോർഡിനേറ്റിംഗ് ക്ലാസസ് ജോയിൻഡ് ബൈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നാണ്. ഇനി മറ്റൊരു സെന്റൻസ് എഴുതാം. ഹി went to Madras got his visa and came back. ഈ സെൻസ് നോക്കിയേ, ഇപ്പൊ ഇവിടെ രണ്ടും ഈക്വൽ സ്റ്റാറ്റസ് ആണ്. റാം വെൻ ടു ദി റെയിൽവേ സ്റ്റേഷൻ, റാം ബോർഡഡ് ബോംബെ ട്രെയിൻ. ഈക്വൽ റാങ്ക് അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസ് ആണ് വന്നിരിക്കുന്നത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് രണ്ട് സെന്റൻസിനും കൊടുത്തിരിക്കുന്നത്. ഹി വെൻ ടു മദ്രാസ്. ലൈക്ക് ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഇൻ ദിസ് വേ. ഹി വെൻ ടു മദ്രാസ്. ഹി ഗോട്ട് ഹിസ് വിസ. ഹി കെയിം ബാക്ക്. അപ്പൊ ഈ സെന്റൻസ്, ഇതിനെ 3 സെന്റൻസ് ആക്കി നമ്മൾ എഴുതുന്നു. 3 മെയിൻ ക്ലാസ് ആക്കി എഴുതുന്നു, ഇൻഡിപെൻഡന്റ് ക്ലാസ് ആക്കി എഴുതുന്നു. ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് റാങ്ക്. ഹി വെൻ ടു മദ്രാസ് ഒരു സെന്റൻസ്. ഹി ഗോട്ട് ഹിസ് വിസ രണ്ടാമത്തെ സെന്റൻസ്. ഹി കെയിം ബാക്ക് മൂന്നാമത്തെ സെന്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? 2 or more. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3 സെന്റൻസുകൾ നമുക്ക് ഫോം ചെയ്യാം. ദീസ് സെന്റൻസസ് ആർ ഇൻഡിപെൻഡന്റ് സെന്റൻസസ്. മെയിൻ ക്ലാസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് എന്നർത്ഥം. ഇനി വേറെ എഴുതാം. യു ക്യാൻ go by bus or train. You can go by bus or train. ഇവിടെ ഇത് 2 സെന്റൻസ് ആക്കാം നമുക്ക്. യു ക്യാൻ ഗോ ബൈ ബസ് എന്നുള്ള ഒരു സെന്റൻസ്, യു ക്യാൻ ഗോ ബൈ ട്രെയിൻ എന്നുള്ളത് മറ്റൊരു സെന്റൻസ്. ഇതിന്റെ മീനിങ് എന്താണ്? യു ക്യാൻ ഗോ ബൈ ബസ് ഒരു സെന്റൻസ്, യു ക്യാൻ ഓർ എന്നുള്ളത് എന്താണ്? ഒരു കൺജങ്ഷൻ ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആൻഡ്, ബട്ട്, യെറ്റ്, ഓർ, ഫോർ, ഇങ്ങനെ ഇത്തരത്തിലുള്ള കൺജങ്ഷൻസിനെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പറയുന്നത്. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അഡ്രസ് ചെയ്യുന്ന സെൻസുകളെ നമുക്ക് ഇതേ രീതിയിൽ, കോമ്പൗണ്ട് സെൻസിനെ ഇതേ രീതിയിൽ ഇൻഡിപെൻഡന്റ് സെൻസുകളാക്കി എഴുതാൻ പറ്റും, മെയിൻ ക്ലാസ്സുകളായി എഴുതാൻ പറ്റും. സോ കോമ്പൗണ്ട് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 or more കോർഡിനേറ്റിംഗ് ക്ലാസസ് ഓഫ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് റാങ്ക്. ഇനി എന്താണ് കോംപ്ലക്സ് സെന്റൻസ്? കോംപ്ലക്സ് പേര് പോലെ കോംപ്ലക്സ് ആണോ? നോക്കാം. കോംപ്ലക്സ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 1 മെയിൻ ക്ലാസ് ആൻഡ് 1 or more കോർഡിനേറ്റിംഗ് ക്ലാസസ് ഓർ സബോർഡിനേറ്റ് ക്ലാസസ്. ഒരു കോംപ്ലക്സ് സെന്റൻസിൽ ഒരു മെയിൻ ക്ലാസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതലോ സബോർഡിനേറ്റിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. അതാണ് ഉദാഹരണം നമുക്ക് നോക്കാം. when we went there, we found that he had gone. When we went there, we found that he had gone. ഈ സെന്റൻസിൽ when we went there, we found that he had gone. ഇവിടെ when we went there എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് ക്ലാസ് ആണ്. കൺജങ്ഷൻ, സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഇവിടെ when ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത് that he had gone മറ്റൊരു, അപ്പോൾ ഇതൊരു സബോർഡിനേറ്റിംഗ് ക്ലാസ് ആണ്, ഇതും ഒരു സബോർഡിനേറ്റിംഗ് ക്ലാസ് ആണ്. മെയിൻ ക്ലാസ് ഏതാ? we found. അപ്പൊ when we went there, we found that he had gone എന്ന് പറയുന്ന സെന്റൻസിൽ we found എന്ന് പറയുന്നത് മെയിൻ ക്ലാസ്സും when we went there സബോർഡിനേറ്റ് ക്ലാസ്,
ദാറ്റ് ഹി ഹാഡ് ഗോൺ എന്ന് പറയുന്നതും സബോർഡിനേറ്റ് ക്ലാസ്. മറ്റൊരു ഉദാഹരണം നോക്കാം. I shall do as I like. I shall do as I like. അപ്പോൾ ഐ ലൈക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മെയിൻ ക്ലാസ് ആണ്. ഐ ലൈക്ക്. ഐ ഷാൽ ഡു ആസ് ഐ ലൈക്ക്. അപ്പോൾ ആസ് ഐ ലൈക്ക് ഇവിടെ ഇതിനകത്ത് ഒരു മെയിൻ ക്ലാസ്സും അറ്റ്ലീസ്റ്റ് ഒന്നിൽ കൂടുതൽ വേണം. ഇവിടെ ഒരെണ്ണം സബോർഡിനേറ്റ് ക്ലാസ് ആയിട്ട് വരുന്നു. ഓക്കെ. ദെൻ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, കോംപ്ലക്സും കണ്ടു കഴിഞ്ഞു. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 or more coordinating classes and at least 1 subordinate class. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ടും വേണം, കോംപ്ലക്സും വേണം. കോമ്പൗണ്ട് സെന്റൻസ് നമ്മൾ പഠിച്ചു, കൺസിസ്റ്റ് ഓഫ് 2 or more coordinating classes. കോംപ്ലക്സ് അറ്റ്ലീസ്റ്റ് 1 subordinate class. ഉദാഹരണം നോക്കാം. While the man played the harmonium, the boys sang and the girls danced. അപ്പോൾ ഈ സെന്റൻസ് നോക്കിയേ. While the man played the harmonium, the boys sang and the girls danced. അതായത് ആ മനുഷ്യൻ ഹാർമോണിയം വായിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ പാട്ടുപാടി, പെൺകുട്ടികൾ നൃത്തം ചെയ്തു. When the man played the harmonium, the boys sang and the girls danced. The boys sang എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലാസ് ആണ്. The girls dance എന്ന് പറയുന്നത് മറ്റൊരു മെയിൻ ക്ലാസ് ആണ്. While the man played സബോർഡിനേറ്റ് ക്ലാസ് ആണ്. ഇതിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വൈൽ, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ്. അപ്പോൾ ആൻഡ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണെന്ന് പഠിച്ചു, വൈൽ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷനും വന്നു, സബോർഡിനേറ്റീവ് കൺജങ്ഷനും ഉൾപ്പെട്ടു. അപ്പം വൈൽ ദി മാൻ പ്ലേഡ് ദി ഹാർമോണിയം, ദി ബോയ്സ് സാങ് ആൻഡ് ദി ഗേൾസ് ഡാൻസ്ഡ്. ദിസ് ഈസ് എ മെയിൻ ക്ലാസ് ഓർ പ്രിൻസിപ്പൽ ക്ലാസ് ഓർ ഇൻഡിപെൻഡന്റ് ക്ലാസ്. This is also a main class or principal class or independent class. This is a subordinate class because a subordinating conjunction is used. Here coordinating conjunction is used. So compound complex sentence is a sentence consist of 2 or more coordinating classes and at least 1 subordinate class. Okay. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. I knew that he was ill, but I did not know that he suffered from cancer. അപ്പോൾ ഇവിടെ ഐ ന്യൂ ദാറ്റ്, എനിക്കറിയാമായിരുന്നു, ഹി വാസ് ഇൽ, അവൻ അസുഖമായിരുന്നു എന്ന്. ബട്ട് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ഹി സഫേർഡ് ഫ്രം ക്യാൻസർ. പക്ഷേ ക്യാൻസർ മൂലം കഷ്ടപ്പെടുകയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഐ ന്യൂ മെയിൻ ക്ലാസ്, ബട്ട് ഐ ഡിഡ് നോട്ട് നോ മെയിൻ ക്ലാസ്. ദാറ്റ് ഹി വാസ് ഇൽ, ദാറ്റ് ഹി സഫേർഡ് ഫ്രം ക്യാൻസർ. അപ്പോൾ ഇവിടെ ഐ ന്യൂ, ഇവിടെയാണെങ്കിൽ 2 മെയിൻ ക്ലാസ് വന്നിരിക്കുന്നു, 2 സബോർഡിനേറ്റ് ക്ലാസ്സും വന്നിരിക്കുന്നു. ഇവിടെ 2 മെയിൻ ക്ലാസ്സും 1 സബോർഡിനേറ്റ് ക്ലാസ്സും വന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് 1, ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ 2 സബോർഡിനേറ്റ് ക്ലാസ് ഉപയോഗിച്ച് ഉള്ള എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി.
I knew that he was ill, but I did not know that he suffered from cancer. ഇവിടെ I knew മെയിൻ ക്ലാസ് ഓർ പ്രിൻസിപ്പൽ ക്ലാസ് ഓർ ഇൻഡിപെൻഡന്റ് ക്ലാസ്, ബട്ട് ഐ ഡിഡ് നോട്ട് നോ, എന്നാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ മെയിൻ ക്ലാസ്, പ്രിൻസിപ്പൽ ക്ലാസ് ഓർ ഇൻഡിപെൻഡന്റ് ക്ലാസ്, ഇത് രണ്ടും സബോർഡിനേറ്റീവ് ക്ലാസ്. ഓക്കെ, സോ I hope that you understood my class. Please subscribe, share and support me. Okay, thank you.